LDF, UDF ശക്തമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നുണ്ട്. ബുധനാഴ്ചയാണ് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം. ഈ സർവകക്ഷി യോഗം ചേരാനിരിക്കെയാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഗവർണറെ കൊണ്ട് നടത്തിച്ചത്. എന്യൂമറേഷൻ ഫോമാണ് ഗവർണർക്ക് വിതരണം ചെയ്തത്. സാധാരണ ആദ്യഘട്ടത്തിൽ നടക്കുന്ന നടപടിക്രമം ഇതാണ്. എന്യൂമറേഷൻ ഫോം ബൂത്ത് ലെവൽ ഓഫീസർമാർ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യും. ആ എന്യൂമറേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോമിൽ 2003 വോട്ടർ പട്ടിക പ്രകാരം തങ്ങളുടെ പേരുണ്ടോ എന്ന് ഓരോ വോട്ടർമാരും പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കണം. പേരുണ്ടെങ്കിൽ മറ്റ് രേഖകളോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് വോട്ടർമാർ സ്വീകരിക്കേണ്ടതില്ല. പക്ഷെ പേര് ഈ ഫോമിൽ ഇല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകി മറ്റേതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ രേഖകൾ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ ചേരാനുള്ള ശ്രമങ്ങൾ ഓരോ വോട്ടർമാരും നടത്തണം. ഒരു മാസമാണ്, അതായത് അടുത്ത നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഒരു മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത്. ജനുവരിയിൽ ആദ്യ ഒരു ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരിയിലാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്തായാലും സർക്കാർ ഒപ്പം UDFും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് തുടരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം കോടതിയിൽ പോകാനടക്കം സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ബുധനാഴ്ചയാണ് സർവകക്ഷി യോഗം. ഇന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പരിശീലനം നൽകി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബുധനാഴ്ച ഈ സർവകക്ഷി യോഗം ചേർന്ന് ഇതിൽ തുടർ നിയമ നടപടികളടക്കം സ്വീകരിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്.